ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ നാളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് സാധാരണ സൈക്കിളിൽ ഗിയർ പിടിപ്പിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സാധാരണ സിംഗിൾ സ്പീഡ് സൈക്കിളിൽ ഗിയർ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വളരെ ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു 6 സ്പീഡ് ഗിയർ സിസ്റ്റമാണ് നമ്മൾ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, അപ്പോൾ നമുക്കൊരു 6 സ്പീഡ് ഫ്രീ വീൽ വേണം. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ റീസ്റ്റോർ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇത് പുതിയതിന് ഏകദേശം 350 രൂപയോളം വില വരും. അപ്പോൾ അടുത്തതായിട്ടൊരു 6 സ്പീഡ് ഡെറൈലർ വേണം. അപ്പോൾ ഇതിനൊരു 400 രൂപയോളം കോസ്റ്റ് വരും. അപ്പോൾ ഇതൊരു 6 സ്പീഡിൻ്റെ ഒരു ഗിയർ ഷിഫ്റ്ററാണ്. ഇതിന് ഒരു 350 രൂപയോളം വില വരും. അപ്പോൾ അടുത്തായിട്ട് വേണ്ടത് ഗിയർ സൈക്കിളിനുള്ള ചെയിനാണ്. അപ്പോൾ നമുക്ക് ഇതിന് സെപ്പറേറ്റ് ചെയിൻ വാങ്ങിക്കേണ്ടി വരും. കാരണം സാധാ സൈക്കിളിന് ഉപയോഗിക്കുന്ന ചെയിൻ നമുക്ക് ഇതിന് ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് ഗിയർ കേബിളിൻ്റെ ഔട്ടർ ഹൗസിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇന്നർ കേബിൾ നമുക്ക് ഷിഫ്റ്ററിൻ്റെ കൂട്ടത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഔട്ടർ ഹൗസിംഗ് നമ്മൾ സെപ്പറേറ്റ് വാങ്ങേണ്ടി വരും. അപ്പോൾ നമ്മുടെ സൈക്കിളിൽ ഇപ്പോൾ ഇരിക്കുന്ന ക്രാങ്ക് മാറേണ്ടി വരും. കാരണം ഗിയർ സൈക്കിളിൻ്റെ ചെയിൻ ചെറുതായതുകൊണ്ട് നമുക്ക് അതിനകത്ത് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഉള്ള ക്രാങ്കിനെ കുറച്ച് ഗ്രൈൻഡ് ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ അങ്ങനെ നമ്മൾ ക്രാങ്ക് സെറ്റ് പുതിയത് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിനൊരു 450 രൂപയോളം വിലയായി. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം തന്നെ ലോക്കൽ സൈക്കിൾ കടകളിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഒന്നുകിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഇത് എല്ലാം കൂടി കിറ്റായിട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൈക്കിളിലാണ് നമ്മൾ ഗിയർ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഈ സൈക്കിളിനെ കമഴ്ത്തി വെച്ചിട്ട് ഇതിൻ്റെ ചെയിൻ കവറും അതുപോലെ റിയർ വീലും ഒക്കെ അഴിച്ചെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രീ വീൽ ഊരി മാറ്റിയിട്ട് നമുക്ക് ഗിയർ സൈക്കിളിൻ്റെ ഫ്രീ വീലിൽ പിടിപ്പിക്കണം. ഫ്രീ വീൽ ഇടുന്നതിന് മുമ്പായിട്ട് ആക്സിൽ നീളം കുറവാണെങ്കിൽ നമുക്ക് ഇപ്പോൾ കിടക്കുന്ന ആക്സിൽ മാറ്റിയിട്ട് നമുക്ക് നീളം കൂടി ആക്സിൽ ഇടേണ്ടി വരും. അപ്പോൾ ഇതിൽ കിടക്കുന്ന ആക്സിൽ അത്യാവശ്യം നീളമുള്ളതായതുകൊണ്ട് ഞാൻ ഇപ്പോൾ ആക്സിൽ മാറ്റുന്നില്ല. അപ്പോൾ അതിന് പകരം കോൺനെട്ടുകൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫ്രീ വീൽ ഇടേണ്ട സൈഡിലത്തേക്ക് കുറച്ച് നീളം കൂട്ടിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും നമുക്ക് ഫ്രീ വീൽ ഇടേണ്ട സൈഡിൽ കുറച്ച് നീളം കൂടുതൽ ഇട്ടിരിക്കുന്നതും ഇപ്പുറ സൈഡിൽ നീളം കുറവായിട്ട് കിടക്കുന്നതും. അപ്പോൾ നമ്മൾ ഗിയറിൻ്റെ ഫ്രീ വീൽ പിടിപ്പിക്കുമ്പോഴത്തേക്ക് ഈ ഫ്രീ വീൽ കുറച്ച് തള്ളിയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൈക്കിളിൽ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രെയിമിൽ തട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആക്സിലിൽ നമുക്ക് സ്പേസർ ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ സ്പേസർ കിട്ടാത്തതുകൊണ്ട് ഞാനിവിടെ വീൽ നട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം ഒരു നട്ട് ഇടുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഫ്രീ വീൽ ഫിക്സ് ചെയ്യും. അപ്പോൾ അതിനുശേഷം വീണ്ടും ഒരു നട്ട് കൂടി ഇട്ടിട്ട് നമ്മൾ ആ ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് സൈക്കിളിൽ വെച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ഹബിൻ്റെ നീളം കൂട്ടിയത് കാരണം ഇത് സൈക്കിളിൽ ഫിറ്റ് ആവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സൈക്കിളിൻ്റെ ഡ്രോപ്പ് ഔട്ട് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു 10 mm ബോൾട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫ്രെയിം എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു മെത്തേഡ് നമുക്ക് സ്റ്റീൽ ഫ്രെയിമിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അലോയ് ഫ്രെയിമിൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രെയിം പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു സൈഡിലുള്ള നട്ട് ടൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രെയിം എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഊരി എടുത്തിട്ട് നമുക്ക് വീലൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ നമ്മൾ വീൽ വെച്ച് നോക്കിയ സമയത്ത് ഗ്യാപ്പ് കറക്റ്റായിട്ടില്ല. അപ്പോൾ നമുക്കിത് ഒരു പ്രാവശ്യം കൂടി ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഫ്രെയിം കറക്റ്റായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഡീറെയിലർ പിടിപ്പിക്കാം. അപ്പോൾ നമ്മൾ ഡീറെയിലർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഡീറെയിലറിൽ 2 ലിമിറ്റ് സ്ക്രൂസ് കൊടുത്തിരിക്കുന്നതാണ്. ലോ ലിമിറ്റ് സ്ക്രൂവും അതുപോലെ ഹൈ ലിമിറ്റ് സ്ക്രൂവും. ഈ ലോ ലിമിറ്റ് സ്ക്രൂ എന്ന് പറഞ്ഞാൽ ലോ ഗിയറിൻ്റെയാണ്, അതായത് ഏറ്റവും വലിയ പല്ലിൻ്റെയും. അതുപോലെ ഹൈ ലിമിറ്റ് സ്ക്രൂ എന്ന് പറഞ്ഞാൽ ഹൈ ഗിയറിൻ്റെയാണ്, അതായത് ഏറ്റവും ചെറിയ പല്ലിൻ്റെ. അപ്പോൾ നമ്മൾ ഈ 2 ലിമിറ്റ് സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ 2 പല്ലിൻ്റെയും പുറത്തേക്ക് ഡീറെയിലർ പോകാത്ത രീതിയിൽ ഒരു ഏകദേശം സെറ്റ് ചെയ്ത് വയ്ക്കണം. അപ്പോൾ ബാക്കി അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ഗിയർ ട്യൂണിങ്ങിൻ്റെ സമയത്താണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ക്രാങ്ക് ഫിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടിയത് കോട്ടർലെസ് ടൈപ്പ് ക്രാങ്കാണ്. പക്ഷേ ഈ സൈക്കിളിലുള്ള സാധാ ടൈപ്പിലുള്ള ക്രാങ്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബോട്ടം ബ്രാക്കറ്റ് മൊത്തം അഴിച്ചിട്ട് നമുക്ക് അതിൻ്റെ ആക്സിൽ മാറ്റിയിട്ട് സ്ക്വയർ ആക്സിൽ ഇടേണ്ടി വരും.
ഹാൻഡിൽ ഗ്രിപ്പ് നമുക്ക് ആവശ്യമുള്ളതുകൊണ്ട് കുറച്ച് WD-40 അപ്ലൈ ചെയ്തിട്ട് നമുക്കതിനെ ഊരിയെടുക്കാം. അപ്പോൾ കേബിൾ നമ്മൾ നട്ടിൻ്റെ അടിയിൽ കൂടെ എടുത്തതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് മാക്സിമം നന്നായിട്ട് വലിച്ചു പിടിച്ചിട്ട് ടൈറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ സാധാരണ സൈക്കിളിൽ ഗിയർ വയ്ക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഗിയർ കേബിൾസ് കൊണ്ടുപോകാനുള്ള കേബിൾ കേടൊന്നും ഫ്രെയിമിലുണ്ടാവില്ല. അപ്പോൾ നമ്മൾ കേബിൾ ടൈ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഗിയർ കേബിൾസിനെ ഫ്രെയിമിൽ ഉറപ്പിച്ച് വയ്ക്കേണ്ടി വരും. ഇതിൻ്റെ അളവിലുള്ള ഹാൻഡിൽ ഗ്രിപ്പ് ചിലപ്പോൾ ഷിഫ്റ്ററിൻ്റെ കൂടെ കിട്ടാറുള്ളതാണ്. അപ്പോൾ നമുക്കത് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ ഊരിയെടുത്ത ഹാൻഡിൽ ഗ്രിപ്പ് കട്ട് ചെയ്തിട്ട് നമുക്ക് ഹാൻഡിൽ പിടിപ്പിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രീ വീലിൻ്റെ അവിടുത്തെ ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ 2 നട്ട് സ്പേസറായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് ഫ്രെയിമിൽ ഫിറ്റ് ചെയ്ത സമയത്ത് കുറച്ച് ഗ്യാപ്പ് കൂടുതലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു നട്ട് മാറ്റിയിട്ട് അതിന് പകരം നമ്മൾ വാഷർ ഇട്ടിട്ട് അതിൻ്റെ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗിയർ സെറ്റിൻ്റെ ഇൻസ്റ്റലേഷൻ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് ചെയ്യേണ്ടത് ഗിയർ ട്യൂണിംഗ് ആണ്. അപ്പോൾ ഈ ഗിയർ ട്യൂണിങ്ങിനെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള ട്യൂട്ടോറിയൽ വീഡിയോസ് യൂട്യൂബിലുണ്ട്. അപ്പോൾ അതും കൂടെ നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ചെയ്യേണ്ടത് നമുക്ക് 2 ലിമിറ്റ് സ്ക്രൂവിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അതുപോലെ ബാരൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കേബിൾ ടെൻഷൻ കറക്റ്റ് ആക്കണം. അപ്പോൾ ഈ കേബിൾ ടെൻഷൻ കുറഞ്ഞാലും കൂടിയാലും നമുക്ക് പ്രോപ്പറായിട്ട് ഗിയർ ഷിഫ്റ്റ് ആയില്ല. അപ്പോൾ ഇവിടെ പിന്നെ 6 സ്പീഡ് ആയതുകൊണ്ട് വലിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും വേണ്ടി വരില്ല. അപ്പോൾ അത് ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ഗിയർ ട്യൂണിങ്ങിനെ പറ്റി വിശദമായിട്ട് പറയുന്ന യൂട്യൂബ് വീഡിയോസ് ഒരുപാടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഈ സൈക്കിൾ ഓടിച്ച് നോക്കി വലിയ കുഴപ്പമൊന്നുമില്ല. ഗിയറൊക്കെ കറക്റ്റായിട്ട് ഷിഫ്റ്റ് ആവുന്നുണ്ട്. പിന്നെ ഇത് എത്ര നാൾ വർക്ക് ചെയ്തതിൻ്റെ ഡ്യൂറബിലിറ്റി എങ്ങനെ ഇരിക്കും എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ കറക്റ്റ് വർക്കിംഗ് ആണ്. അപ്പോൾ ഇത് ശരിക്കും ഒരു ബിഗിനർ ലെവലിലുള്ളതാണ്. അതായത് സിംഗിൾ സ്പീഡ് ഉപയോഗിക്കുന്ന ഒരാളിന് ഗിയർ ഷിഫ്റ്റിംഗ് പഠിക്കാനും അതുപോലെ ഓരോ ഗിയറിൽ ഇടുമ്പോൾ ഉള്ള സൈക്കിളിൻ്റെ റെസ്പോൺസ് മനസ്സിലാക്കാനും ഒക്കെ ഇത് നല്ലതാണ്. ഇത് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ സൈക്കിളിൽ എങ്ങനെ ഗിയർ വയ്ക്കാമെന്ന് ചോദിച്ചവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. ഒരു നല്ല ബ്രാൻഡ് ഗിയർ സൈക്കിൾ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ആളിപ്പോൾ ഗിയർ സൈക്കിൾ കിട്ടാനില്ല എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഇത് ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ ഗിയർ സൈക്കിൾ സ്റ്റോക്ക് വരുന്നവരെ കാത്തിരിക്കുക. കാരണം ആ ഒരു എക്സ്പീരിയൻസ് ഇതിൽ നിന്ന് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവർക്കും നന്ദി. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.